ഇന്ത്യക്ക് 25% താരിഫ് ചുമത്തിയതിന് പിന്നാലെ 69 രാജ്യങ്ങളിൽ ട്രംപ് താരിഫ് ചുമത്തിയിരിക്കുന്നു. 10% മുതൽ 41% വരെയാണ് താരിഫ് ചുമത്തിയിരിക്കുന്നത്. സ്വിറ്റ്സർലൻഡ്, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങൾ വൻ തിരിച്ചടി നേരിട്ട രാജ്യങ്ങളിൽ കാനഡയും ചൈനയും ഉണ്ട്. സ്വിറ്റ്സർലൻഡിന് 39% തീരുവയും ഒപ്പം തന്നെ മ്യാൻമാർ, ലാവോസ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് 30% തീരുവയുമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. തായ്വാൻ, ഇന്ത്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾക്ക് 20 മുതൽ 25% വരെയുള്ള താരിഫിന്റെ സ്ലാബിലാണ് ഉള്ളത്. എന്നാൽ പാകിസ്ഥാന് ഈ അടുത്ത ബന്ധം കൂടുതൽ ദൃഢമാക്കിയ പാകിസ്ഥാന് 19% താരിഫാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. കാനഡയ്ക്ക് 35%, വഴിമാറ്റിയെത്തുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 40% തീരുവ ഏർപ്പെടുത്തിയതോടെ ചൈനയാണ് അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയതെന്ന് പറയേണ്ടി വരും. വലിയ താരിഫിനെ മറികടക്കാനായി താരിഫ് കുറഞ്ഞ രാജ്യങ്ങളിൽ തങ്ങളുടെ ഉൽപ്പന്നം എത്തിച്ച് അവിടെ നിന്ന് വഴിമാറ്റി അമേരിക്കയിലേക്ക് എത്തിക്കുകയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചൈന ചെയ്തുകൊണ്ടിരുന്ന. അത്തരം ഉൽപ്പന്നങ്ങൾക്ക് കൂടി 40% താരിഫ് ഇപ്പോൾ ചുമത്തപ്പെട്ടിരിക്കുന്നു. ഏതായാലും ഇന്ത്യ ഇതിൽ പിന്നോട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പരസ്യമായി ഇന്ത്യയെ പലവട്ടം അധിക്ഷേപിക്കുകയും ഒപ്പം തന്നെ ഇത് കണക്ക് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഒരു കരാറിനായി മുൻപോട്ട് പോവുകയും ചെയ്യുന്നതിൽ ഇന്ത്യ ഒരിക്കലും സമ്മർദ്ദത്തിന് വഴങ്ങി ഒന്നും തന്നെ ചെയ്യില്ല എന്ന് പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയിരിക്കുന്നു. ട്രംപിന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഇന്ത്യയുടെ ക്ഷീര കാർഷിക ഉൽപ്പന്ന മേഖലയിൽ തീരുവ ഇല്ലാതെ വിപണി തുറന്നു കൊടുക്കണമെന്നാണ്. ഇത് അംഗീകരിക്കില്ല എന്ന് തുടക്കം മുതൽ തന്നെ ഇന്ത്യ പറയുന്നതാണ്. ഇതിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുകൂടി ഇന്ത്യ ഒരിക്കൽ കൂടി പറയുന്നു. അതായത് രാജ്യ താല്പര്യം ബലി കഴിച്ച് ഒരു കരാറിനും തങ്ങൾ ഒരുക്കമല്ല, തങ്ങൾ ഇതിൽ പിന്നോട്ടില്ല എന്ന നിലപാട് ഘടിപ്പിച്ച് ഇന്ത്യയും മുൻപോട്ട് പോകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ച് വ്യക്തമാക്കുന്ന കാര്യം വ്യാപാര കരാറിനായിട്ടുള്ള ചർച്ചകൾ തുടരും എന്ന് മാത്രമാണ് ഇപ്പോൾ മുൻപോട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിൽ നിന്നും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിനിടയിൽ റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചിട്ടുമുണ്ട്. ഇങ്ങനെയൊക്കെ നിൽക്കുന്നു സാഹചര്യം. ഏതായാലും കരാർ അങ്ങനെ സമ്മർദ്ദത്തിന് വഴങ്ങി അതിന് നിന്നു കൊടുക്കേണ്ട എന്നൊരു തീരുമാനം നമ്മുടെ രാജ്യം എടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.